എത്ര സമയം ഇവിടെ വന്നിട്ട്? എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, അങ്ങനെ പോകുന്നു. ഞാനിപ്പോ ഇടയ്ക്ക് ഒന്ന് രാവിലെ ഇത്തിരി സമയം കിട്ടുമ്പോൾ ഒന്ന് എക്സസൈസ്, കാര്യം വീട്ടിലിരുന്ന് ഇപ്പൊ ഈ കൊറോണ ആയതുകൊണ്ട് ഒന്നും പറയണ്ട, ടെൻഷനും പ്രഷറും. വീടുകളിൽ പോയി എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നത് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലം ഇതാന്ന് തോന്നുന്നു. എന്തൊക്കെയുണ്ട് ആ പിരിമുറുക്കലും കുറക്കാനൊരു നല്ലൊരു സ്ഥലം കൂടിയായിട്ട് തോന്നുന്നു. നമ്മൾ തന്നെ കണ്ടിട്ട് കുറെ കൊറോണ ടൈം ആയതുകൊണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റാറില്ല. രാജേന്ദ്രൻ ഭായിനെ കാണുന്നില്ലല്ലോ. രാജേന്ദ്രൻ വരാറുണ്ട്, ഇവിടെ ഓടാൻ വരാറുണ്ട്. ജോലിയൊക്കെ പോകാൻ ഉണ്ട്. ഇപ്പം ഈ അവസ്ഥ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കുറവാണ് ഇപ്പം. സ്ട്രെസ്സൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് വർത്താനം പറഞ്ഞ് ഒന്ന് റിലാക്സ് ആവാന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. ശരിക്കും അത് ഈ പറഞ്ഞ പോലെ എനിക്ക് വേണമെങ്കിൽ ഓഫീസിൽ പറഞ്ഞ പോലെ ഭയങ്കര ടെൻഷനും സ്ട്രെസ്സിനൊന്ന് റിലീവ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു അവസരം ഇങ്ങോട്ട് ഇറങ്ങി, അത്രേ ഉള്ളൂ. അല്ല, നമ്മള് ഇവിടെ വരുമ്പോഴും നമ്മൾ പിന്നെ ഇങ്ങനെ ചിന്തകളാണ്, നാട്ടിലേക്ക് പോകണോ, വീട്ടുകാരെ കുറിച്ചുള്ള ചിന്തകൾ, ആകെ ഒരു പാനിക് സിറ്റുവേഷൻ പോലെ. തീർച്ചയായും നമുക്കൊരു വ്യക്തമായ തീരുമാനങ്ങളൊന്നും ഇപ്പം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെയുണ്ട്. കുടുംബമൊക്കെ എന്ത് പറയണം? സുഖമായിട്ടിരിക്കുന്നു. ആണല്ലേ? ഞാനിപ്പോ ഇന്ന് നാട്ടിലേക്ക് പോകണമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വന്നു. പിന്നെ അത് നീണ്ടു. ഇനിയിപ്പോ ഇത് പറഞ്ഞ് ഇതേപോലെ പോയാലും ടെൻഷൻ. ഞാനിപ്പോ പിന്നെ മനവിനോട് ചോദിച്ചു, അന്വേഷിച്ചു, പിന്നെ കാണല്ലോ. പറയില്ല, നമ്മളിങ്ങനെ ഈ ജോലിയും അതിന്റെ തിരക്കിലായിട്ട് അങ്ങനെ സ്ട്രെസ്സും കാര്യമില്ലായിട്ട് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടും കാര്യമില്ല. എല്ലാണും പ്രശ്നം. ഓഫീസിലാണെങ്കിലും നമുക്ക് സമയമില്ല. വീടുകളിൽ ഇങ്ങനെ പോയി ഇരുന്ന് സംസാരിക്കുന്ന കുറച്ചും കൂടെ നല്ലൊരു സൗകര്യം, ഒരു മനസ്സിന്റെ സുഖം കിട്ടുന്ന സ്ഥലം ഇതായതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. നല്ലത് ഒന്നും പറയണ്ട, ആകെ എന്താ പറയാ, ഇവിടെ നിന്ന് വിട്ടിട്ട് പോയാൽ മതി എന്നുള്ളൊരു ചിന്ത. ഞങ്ങളിപ്പോ അതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. ഇപ്പോ ഞാൻ കണ്ടില്ലേ, എനിക്കൊരു സ്ട്രെസ് ഇല്ല. ആള് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. കണ്ടപ്പോ തോന്നി എന്താ നിന്റെ രഹസ്യം? വളരെ സിമ്പിൾ അല്ലേ. ഞാന് ഒരു ചെറിയ ഒരു ധ്യാനം ശീലിക്കുന്നു. നല്ല കാര്യമില്ലേ? സഹജയോഗ എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ടൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിവൊന്നുമില്ല. അത് ഇതുപോലെ ഒരു പല മെഡിറ്റേഷൻ കാര്യങ്ങളും ഉണ്ടല്ലോ, അങ്ങനെ ഓരോരോ ആൾക്കാരത് അങ്ങനെ അതില്ലേ. അതുപോലെ ഒന്ന് ഞാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈ പറഞ്ഞ ചെന്ന് നമ്മൾ പൈസ കൊടുക്കുക, അത് ഒരു ഓരോ പൈസ കൊടുത്ത് ഇത്ര ക്ലാസ്, പിന്നെ കുറച്ച് പിന്നെയും കുറച്ച് പൈസ കൊടുത്ത് അടുത്ത ക്ലാസ്, വീണ്ടും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ പരിമിതമായ അറിവേ ഉള്ളൂ നമുക്ക് കേട്ടോ. എന്നാൽ സഹജയോഗ എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ കൊറോണയുടെ ഒരു സിറ്റുവേഷനിൽ തന്നെ ഇപ്പോൾ എല്ലാവരും കുറേ പരിഭ്രാന്തരാണ് അല്ലേ. ഒരുപാട് ടെൻഷൻ ഉണ്ട്, ബിസിനസ് ഡള്ളാണ്, ഒരുപാട് വറീസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി കാണും ഈ ഒരു സിറ്റുവേഷൻ ഇല്ലേ. പക്ഷേ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ദുബായിൽ തന്നെ ഒരു 10 എനിക്ക് തോന്നുന്നു ഒരു 1500 പേര് കൂടുതൽ സഹജയോഗ പ്രാക്ടീസ് ചെയ്യുന്നു. അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് കഴിയുന്നത്. കാരണം സഹജയോഗ ഒരു പ്രത്യേക ധ്യാന രീതിയാണ്, വളരെ സിമ്പിളാണ്. ഈ നമുക്ക് പൈസ ഇല്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് പിന്നെ അതിനുവേണ്ടി ഒരു പൈസ കൂടെ കൊടുക്കേണ്ട കാര്യമില്ല. മറ്റു പലതിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തെക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സും ആ ഒരു ആങ്സൈറ്റിയാണ് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യ പ്രശ്നം. അല്ലാതെ പണമല്ല, പണം ഇല്ലെങ്കിൽ പോട്ടെ നോക്കാം, പോട്ടെ എന്ന് വെക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റു കാര്യങ്ങളിൽ നമ്മൾ പോകുന്നു, സമയം സ്പെൻഡ് ചെയ്യുന്നു, ചിലപ്പോൾ പൈസയും കളയുന്നു, സമാധാനം കണ്ടെത്താൻ വേണ്ടി പലരും എന്ത് ചെയ്യുന്നു, മറ്റു പല ഇതിലേക്കും മദ്യപാനത്തിലേക്കും പലതിലേക്കും തിരിഞ്ഞു. ഈ ഒരു ഇത് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഈ ഡിപ്രഷനായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചികിത്സയിലും ട്രീറ്റ്മെന്റും കാര്യമില്ലായിട്ട് പോകുന്നു ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. വായിച്ചറിവേ ഉള്ളൂ. എൻജോയ് ചെയ്തിരുന്നാണല്ലോ ഒരു വെള്ളി ശനി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഓരോ ഇതായി ഓരോ രീതിയിൽ പെട്ടെന്ന് അടച്ച കൂട്ടിലടിച്ച കിളിയെ പോലെ അങ്ങനെ അടഞ്ഞിരിക്കുക. അപ്പോഴത്തേക്കും ജോലി ഭാരങ്ങൾ കൂടുക, ജോലിയും അതിനനുസരിച്ച് സമയമില്ല, നമുക്ക് ഒന്നിനും സമയമില്ല. ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ടുള്ള ഒരു ധ്യാന രീതി പറഞ്ഞു. നിങ്ങൾ ഒരു ഡെയിലി ഒരു 10 മിനിറ്റ് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന ഈ മാനസിക പിരിമുറുക്കങ്ങളും ഒക്കെ എന്ന് മാത്രമല്ല ആ ജീവിതത്തിൽ ഒരു മൊത്തത്തിലുള്ള ഒരു ശാന്തിയും സമാധാനവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇപ്പോൾ നാരായൺജിനെ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത് നമുക്കിപ്പോൾ എന്തൊക്കെയുണ്ട്
എന്തെങ്കിലും ആ ഒരു മനസ്സമാധാനം ഇല്ലെങ്കിൽ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. സന്തോഷമില്ല പിന്നെ എന്ത്. അപ്പം അതിനുള്ള പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ ഉപകാരം ചെയ്യുന്ന ഉള്ള ഒരിതാണ്. ഇപ്പം എൻ്റെ തന്നെ ഒരു അനുഭവത്തിൽ എനിക്കറിയാവുന്ന കുറേ പേരുണ്ട് സഹജയോഗ ചെയ്തിട്ട് അവർക്കുണ്ടായിരുന്ന പല ഈ പറഞ്ഞ മാതിരി സ്ട്രെസ്സൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതേപോലെ അവർക്ക് ഉണ്ടായിരുന്ന പല അസുഖങ്ങളും മാറിയിട്ടുണ്ട്. പിന്നെ സ്ഥിരം മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നവർ അതൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതും നമ്മൾ ഇപ്പോൾ അവരെ നിർബന്ധിച്ചിട്ടൊന്നും അവരെ സ്വന്തമായിട്ട് അതൊക്കെ നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ആ എനർജി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെയാണോ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് എന്താ പറയുക ഒരു വിലങ്ങുതടിയായിട്ടുള്ളത് അതൊക്കെ സ്ലോലി നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു നല്ല ഒരു മെഡിറ്റേഷൻ ടെക്നിക്കായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പറഞ്ഞാൽ മനസ്സിലായില്ല, ഞാനും പണ്ടിങ്ങനെ ഒരുപാട് മറ്റു പല സംഗതികളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഒരുപാട് പലതിൻ്റെയും പുറകെ പോകുന്ന ഒരു സ്വഭാവം ഇതുണ്ടായി. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെറുതെ ഇരുന്നെങ്കിൽ ചെയ്യാൻ പറ്റും. അത് വളരെ സിമ്പിൾ അല്ലേ. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ധരിച്ചു വെച്ചിരിക്കുന്ന ഈ മെഡിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ അതെന്തോ ഒരു ഭീമാകാരമായ വസ്തു, സാധാരണ മനുഷ്യർക്ക് എന്തോ പൊക്കിക്കൊണ്ട് നടക്കാൻ പറ്റാത്ത വലിയ ഭാരമുള്ള എന്തോ കാര്യമാണെന്നാണ് പൊതുവെ ഒന്ന് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഇപ്പം 1970 ശ്രീ മാതാജിയാണ് സഹജയോഗ എന്ന് പറയുന്ന ഒരു ധ്യാന രീതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പക്ഷേ അതുവരെ ഏകദേശം ഇത് ഒരു വളരെ ഒരു എടുത്താൽ പൊങ്ങാത്ത ഒരു പാറ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. കാരണം നമ്മൾ കഴിഞ്ഞ കാലത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടിയാണ് ശരിക്കും നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ലീവിങ് എനർജി, കുണ്ടലിനി എനർജി എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. അതേപോലെ നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, നമ്മുടെ ബുദ്ധി വരെ പ്രവർത്തിച്ചില്ലെങ്കിലും നമ്മുടെ ആത്മാവ്, അതായത് ഹൃദയം പ്രവർത്തിക്കും ഇല്ലേ? പക്ഷേ ഹൃദയം ഇപ്പോൾ പ്രവർത്തനം നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഇപ്പോൾ രാവിലെ ജോഗി ചെയ്തും ഈ ഒക്കെ കൊണ്ട് നടക്കുന്ന ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല അല്ലേ? അപ്പം ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ എന്താ നമ്മളുടെ ഈ വെളിയിലിരിക്കുക ഇല്ലേ? ഇപ്പോൾ ഈ കൊറോണയെ പറ്റിയും അതും ഇതും നമ്മളിലുള്ള ഈ ഇതൊക്കെ ഇതുവരെ ഉണ്ടാക്കിയ സംഗതിയൊക്കെ എങ്ങനെ നമുക്ക് സേഫായിട്ട് അങ്ങ് നാട്ടിലോട്ട് എത്തിക്കാം എന്നൊക്കെയുള്ള പല പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുക. നേരെ മറിച്ച് നമ്മളുടെ ശ്രദ്ധ നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് എവിടെ ഇരുന്നു, ഇപ്പോൾ ഇവിടെ ഇരുന്നു ഒക്കെ കാര്യം പറയാൻ എളുപ്പം, പക്ഷെ ഇതെങ്ങനെ സാധിക്കില്ലേ? അതെ, പക്ഷെ അതാണ് ഈ ഒരു കാലഘട്ടത്തിൽ അത് ഇതിൻ്റെ ആ ഒരു അനുഗ്രഹത്താൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ എനർജി നമുക്ക് അവേക്കൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഉള്ളിലേക്കാവും. അപ്പോൾ അത് ആൾക്കാരിൽ സംഭവിക്കാത്ത, ഇപ്പോൾ നമ്മൾ നോക്കിക്കോളൂ, പിന്നെ പണ്ടുകാലം മുതലേ എല്ലാത്തിലും യോഗ പ്രാപിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ? പക്ഷേ ഈ യോഗ പ്രാപിക്കുക എന്ന് പറയുന്ന അങ്ങനെ നമുക്ക് വായിച്ചോ പഠിച്ചോ അല്ലെങ്കിൽ കുറച്ച് ഫിസിക്കൽ എക്സസൈസ് ചെയ്തോ എടുക്കാവുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇത് യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ തന്നെ അതൊക്കെ ഈ യോഗശാസ്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ എനർജി അവേക്കൻ ചെയ്ത്, അതായത് നമ്മളെ ഒക്കെ സൃഷ്ടിച്ച ആ ഒരു ശക്തിയുമായിട്ട് നമ്മൾ ആ കൂടിച്ചേരുന്ന യൂണിയനാണ് യോഗ. അപ്പോൾ അതിന് ഇതൊക്കെ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുമെന്നല്ലാതെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഉള്ളിൽ ഞാൻ മുമ്പേ പറഞ്ഞ ഈ കുണ്ടലിനി എനർജി ഉണ്ടല്ലോ, അത് അവേക്കൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ യോഗ പ്രാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ അറ്റൻഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ ശക്തി തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഈ എന്താണ് ഈ യോഗയുടെ റിയൽ മീനിങ് എന്താണ് കുണ്ടലിനി എനർജി നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്താണ് ഈ യോഗ? എന്താണ് നമ്മൾ ഈ നിങ്ങൾ പറഞ്ഞ ഒരു പരമചൈതന്യമായിട്ടുള്ള ലയനം? ഇതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാണ്ട് നമ്മൾ വെറുതെ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിപ്പോ നമ്മള് വേറൊരു ഇത് എനിക്ക് തോന്നിയത്, ഇപ്പൊ നമ്മള് രണ്ടുപേരും ഈ ടെൻഷനും ഇതൊക്കെ പറഞ്ഞു തന്നതും നമ്മുടെ ഇദ്ദേഹം വന്നതിന് ശേഷം ഇതിനെ കുറിച്ച് വളരെ നമുക്കതൊരു താല്പര്യവും ഒരു റിലാക്സ് വരുന്നതാണ്. ഇത് അറിയുമ്പോൾ മാത്രമേ അതെ നമുക്ക് ഒന്ന് അത് ഇപ്പൊ പറഞ്ഞ പോലെ യോഗ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ കുണ്ടലിനി ശക്തി പറഞ്ഞ പോലെ എന്താണ് കുണ്ടലിനി ശക്തി, എന്താണ് പരമചൈതന്യ,
നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മാതിരി ഇത് ഇത്ര ഒരു ഭീമാകാരമായിട്ടുള്ള, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എടുത്താ പങ്ങാത്ത ഒരു മലയൊന്നും അല്ലിതേ. ഇത് വളരെ ലഘൂകരിച്ചിട്ടാണ് സഹജയോഗ എന്നുള്ള രീതിയിൽ ഇപ്പം വന്നിട്ടുള്ളത്. ഈ കുണ്ടലിനി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. നമ്മളെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ നമ്മളെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന്. തീർച്ചയായിട്ടും. അതിലിപ്പം ഏത് ഇതായിക്കോട്ടെ, ഇപ്പോൾ ഏത് റിലീജിയനിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും അതിൽ യാതൊരു സംശയമില്ലല്ലോ. ഒരു ശക്തിയിൽ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എല്ലാം ആ ശക്തിയുടെ സൃഷ്ടിയാണെന്നും വിശ്വസിക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ ആ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ള ആ ശക്തിയുടെ നമ്മുടെ ഉള്ളിലുള്ള പ്രതിരൂപമാണ് ഈ കുണ്ടലിനി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പൊ സ്വർണത്തിൽ നിന്നാണ് നമ്മളിപ്പോ പലതരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് ഇല്ലേ? അപ്പൊ അത് സ്വർണം തന്നെയല്ലേ? ആണല്ലോ. അപ്പൊ ദൈവം തന്നെ ദൈവത്തിന്റെ ശക്തി എന്നാണ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ നമ്മളിലും ആ ശക്തി ഉണ്ടാവണ്ടേ? ഉണ്ടാവണല്ലോ. വളരെ സിമ്പിൾ അല്ലേ? ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാണ് നമ്മളും അല്ലേ? ഓരോ ചരാചരങ്ങളും ആണല്ലോ. പക്ഷേ നമുക്കത് ആ ശക്തിയുമായിട്ട് നമ്മളുടെ സോഴ്സ് നമ്മളെ എവിടുന്ന് വന്നോ അവിടവുമായിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും കൂടിച്ചേരാനുള്ള ആ ഒരു ഇതാണ് പ്രവണത നമ്മളിലുണ്ട്. അതാണ് നമ്മൾ എപ്പോഴും, കാരണം അന്നേരം മാത്രമേ നമുക്ക് പരിപൂർണമായിട്ടുള്ള ആ ഒരു സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതാണ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നോക്കിയിട്ടുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സായാൽ നമ്മുടെ എല്ലാ കാര്യവും ശരിയാവുന്നല്ലേ നമ്മൾ വിചാരിച്ചു. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ആയിരുന്നല്ലോ, ഒരു ജോലിയൊക്കെ കിട്ടിയാൽ നമ്മളുടെ എല്ലാ പ്രശ്നവും ശരിയാവുമെന്ന് നമ്മൾ വിചാരിച്ചു. എന്നിട്ട് ശരിയായോ? ഇല്ല. ഇപ്പൊ വീണ്ടും നമ്മൾ ടെൻഷനിലാണ്. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു നമുക്കൊരു നല്ല വീടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ശരിയാവും എന്ന് വിചാരിച്ചു ഇല്ലേ? വീട് ശരിയായില്ലേ? ഏട്ട് പ്രശ്നം ശരിയായോ? ഇല്ല. ഓക്കെ, ബാങ്ക് ബാലൻസ് ഉണ്ടായാൽ ശരിയാവുമെന്ന് വിചാരിച്ചു. ബാങ്ക് ബാലൻസ് ഉണ്ടായില്ലേ? പ്രശ്നം ശരിയായോ? ഇവിടെ ഒരു സന്തോഷക്കുറവ്, എന്തോ കുറവ്. അപ്പൊ എന്തോ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ ഒരു ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു കുറവ്. അപ്പൊ അതാണ് പണ്ട് കാലം മുതൽ പറഞ്ഞത്. നമ്മൾ ആ എവിടുന്നാണോ വന്നത് ആ സോഴ്സുമായിട്ട് നമ്മൾ കൂടിച്ചേരുക. യോഗ യൂണിയൻ, അതിനെ കൂടിച്ചേരുന്നോ റിസർവേഷനോ യോഗ എന്നോ ഒക്കെ പല പേരിൽ പറയാം. പക്ഷെ നമ്മുടെ സോഴ്സ് ഏതാണോ അവിടേക്ക് നമ്മളുമായിട്ട് വീണ്ടും ഒന്നാകും. ഇപ്പോൾ സ്വർണത്തിൽ നിന്നും ഇപ്പോൾ സ്വർണത്തിൽ ചിലപ്പോൾ നമ്മൾ അത് പല ഓർണമെന്റ്സ് ആക്കുമ്പോൾ പലതും ചേർത്തിട്ടുണ്ടാവാം. ചോദിക്കട്ടെ, ഞാൻ ഒരു വിശ്വാസിയാണ്. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം പിന്നെ ഞാൻ ആ രീതിയിൽ വളർന്നു വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഓരോരോ ആൾക്കും ഓരോരോ ആരാധനമൂർത്തികളും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിലെ പല ആരാധനമൂർത്തികളും നമ്മൾ വിശ്വസിച്ച് അതിൻ്റെ പരിപാലിച്ച് പോകുന്നതാണ്. പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ള സന്തോഷം എങ്ങനെയാണ് സഹജീവിയിൽ നമുക്ക് ലഭിക്കുക? സമാധാനം എങ്ങനെ ലഭിക്കുക? ഇത് വളരെ ലഘുവാണ്, സിമ്പിളാണ്. സഹജയോഗ എന്ന് പറഞ്ഞാൽ സഹജമായത്, നമ്മളുടെ കൂടെ ജനിച്ചത്, വളരെ ലളിതമായത്, സ്പോണ്ടേനിയസ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ വിശ്വാസം എന്തുവാകട്ടെ, നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു ഇപ്പം ആരാധനാമൂർത്തിയിലോ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിനെ ബേസ് ചെയ്തോ ഒക്കെ നമ്മളുടെ വിശ്വാസം ഉണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത്? അത് നമ്മളുടെ ഒരു വിശ്വാസമാണ് ഇല്ലേ? നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ശക്തിയെ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് പ്രശ്നം. നമ്മളിപ്പോ അമ്പലത്തിൽ പോയി തൊഴുന്നു വരുന്നു, അറിയുന്ന മന്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അവിടെ നമ്മൾ ഉച്ചരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വരുന്നു. നമുക്ക് ഒരു കണക്ഷൻ എവിടെയും അങ്ങോട്ട് ലഭിച്ചിട്ടില്ല. അതെ. അപ്പം നമ്മളിപ്പോൾ അതൊരു വിശ്വാസത്തിന്റെ തലത്തിൽ നിൽക്കുന്നു. ഇല്ല, വിശ്വാസമുണ്ട്, എല്ലാവർക്കും വിശ്വാസമുണ്ട്. എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആ നടന്നതിൻ്റെ ഒക്കെ ബലത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകും ഇല്ലേ? പക്ഷേ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, എവിടെയോ ഒരു മിസ്സിങ് പോയിന്റ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നും ഇതിലെല്ലാം വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഞാൻ നിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ? ഉണ്ടോ? നമ്മൾ ഈ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പറഞ്ഞിട്ട് ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പല രീതിയിൽ പല ലാംഗ്വേജിൽ പറഞ്ഞിട്ടുണ്ടാവാം. ഭഗവത്ഗീതയിൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഞാൻ ക്ഷേത്രജ്ഞനാണ്, ക്ഷേത്രമാവുന്ന നിന്റെ ശരീരത്തിൽ അന്തരാത്മാവായിട്ട് ഞാൻ ഇരിക്കുന്നു, അനന്യഭക്തി വേണം. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു ഞാൻ നിന്നോടുകൂടിയുണ്ട്, ഞാൻ നിന്റെ ഉള്ളിലുണ്ട് ഇല്ലേ? അപ്പോൾ പക്ഷേ ഈ ഉള്ളിലുള്ള വസ്തുവിനെ നമുക്ക് പലപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ കംപ്ലീറ്റ് ശ്രദ്ധ വെളിയിലേക്കാണ്. അപ്പോൾ നേരെ മറിച്ച് ഞാൻ ഈ പറഞ്ഞ നമ്മളുടെ ആ എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ശക്തിയുടെ പ്രതിരൂപമായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി വളരെ നമ്മളിലുള്ള ഒരു ശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് ഒരു ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി. ഈ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി നമുക്ക് അനുഭവനീയമാകും.
അപ്പോൾ അത് അനുഭവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഈ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നും അനുഭവത്തിൻ്റെ തലത്തിലേക്ക് വരും. ഒരു കാര്യം, നമുക്ക് ഈ സഹജയോഗ എന്നൊരു മെഡിറ്റേഷൻ രീതിയിലേക്ക് വരണം. നമുക്ക് അതിന് ശുദ്ധമായ ഒരു ആഗ്രഹം മനസ്സിൽ ഉണ്ടാവണം. ആഗ്രഹം മാത്രം മതി, അത് വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വളരെ ശുദ്ധമായിരിക്കണം. അതെ അതെ, ശുദ്ധമായ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പലതും ആഗ്രഹിക്കാമല്ലോ. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു മായ മെക്കാനിക്കലി ആയിട്ട് നമ്മൾ പോയതുകൊണ്ട് നമുക്ക് കാര്യം അതിൽ നിന്ന് ആ ഒരു കൂടുതൽ അതിലേക്ക് ഡീപ്പായിട്ട് പോകാൻ നമുക്ക് സാധിക്കാത്തൊരവസ്ഥ ഇത് വരും. അല്ല, ഒന്നത് നമ്മളൊരു ശുദ്ധ ഇച്ഛയോടുകൂടി നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ ശക്തി നമ്മുടെ ഉള്ളിൽ അവേക്കൻ ചെയ്യുകയും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അമ്മയുടെ ആ ഒരു മാതൃശക്തിയുടെ നമ്മുടെ ഉള്ളിലുള്ള പ്രതിരൂപമാണ് ഈ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു അമ്മ ആ മക്കള് നന്നാവണ്ടെന്ന് ആഗ്രഹിക്കുക? ഇല്ല. അമ്മ എപ്പോഴും നമ്മളുടെ ആ ശ്രദ്ധ അമ്മയിലേക്ക് ചെല്ലുമ്പോൾ ആ അമ്മ അവേക്കനായിട്ട് നമ്മളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് എപ്പോഴും സ്നേഹവും വാത്സല്യമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ശക്തിയെ നമ്മൾ പ്രാപിക്കാൻ തുടങ്ങുമ്പോൾ ആ ശക്തി നമ്മളുടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്താണോ നമ്മളുടെ അഭിവൃദ്ധിക്ക് വിലങ്ങുതടിയായിട്ടുള്ളത് അതെല്ലാം ദൂരീകരിക്കാൻ തുടങ്ങും. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇനി എന്താ ഇതിലേക്ക് ചെയ്യാനുള്ളത്? ഈ ഇപ്പം നിങ്ങൾ പറഞ്ഞത് പ്രകാരം എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ ഉള്ളിൽ അന്തരാത്മാവിനെ നമ്മൾ ഉണർത്തണം, കുണ്ടലിനി ശക്തി ഉണർത്തണം. അപ്പൊ അതിന് വേണ്ടുന്ന അടുത്ത നടപടിക്രമങ്ങൾ എന്താണ്? ഇതിപ്പം എന്തായാലും നിങ്ങളെ ഇവിടുന്ന് കാണാൻ പറ്റിയത് വളരെ ഭാഗ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളൊരു വളരെ മാനസിക പിരിമുറുക്കത്തിലാണ്. പ്രത്യേകിച്ചും നിങ്ങളെന്നല്ല, ഇപ്പോൾ ഒരുവിധം എല്ലാവരും തന്നെ. അപ്പോൾ അഥവാ നമ്മളൊക്കെ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹൃദയം തുറന്ന് പലർക്കും ഇപ്പോൾ ചിരിക്കാൻ കഴിയാറില്ല. പക്ഷെ നിങ്ങൾക്കെല്ലാം ഹൃദയം തുറന്ന് ചിരിക്കാൻ പറ്റുന്ന മാർഗമാണ് സഹജയോഗം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ അവേക്കൻ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഇപ്പം ഈ സഹജയോഗയിലുള്ള ഒരു ബ്ലെസ്സിങ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ലളിതമാണ്, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അത് സാധ്യവുമാണ്. അത് ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യരുടെ ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഇത് അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് 1970 ശ്രീ മാതാജി ഈ സഹജയോഗ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഒട്ടനവധി 150-ൽ പരം രാജ്യങ്ങളിൽ ജനങ്ങൾ ഇതിൻ്റെ ഗുണം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇത് പുതിയൊരു കാര്യവുമല്ല സഹജയോഗ. ലോകം ഉണ്ടായ കാലം മുതൽക്കുള്ളതാണ് സഹജയോഗ. അപ്പോൾ നമുക്കിത് വെറുതെ പോയി ശ്രീമാതാജി നിങ്ങൾ പറയുന്ന ശ്രീമാതാജിന്റെ മുന്നിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുമോ? അല്ല ഇതിന് വേറെ എന്തെങ്കിലും നടപടിക്രമങ്ങളുണ്ടോ, ചിട്ടകളുണ്ടോ? ശ്രീമാതാജിയുടെ മുമ്പിലിരുന്ന് തീർച്ചയായിട്ടും പരിപൂർണമായ ആ ഒരു ഹൃദയത്തിൽ നിന്നുള്ള സമർപ്പണത്തോടുകൂടി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും, യാതൊരു സംശയമില്ല. അതിലുപരി ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരു ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള വ്യക്തി മുഖേനയും നമുക്കിത് അഭ്യസിക്കാവുന്നതാണ്. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അതെന്താണ് സംഗതി? ആത്മസാക്ഷാത്കാരം നമുക്ക് 2-3 കാര്യങ്ങൾ കൂടി നമ്മളിപ്പോൾ അത് നമ്മളാ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോയി. കാര്യം നമ്മൾ ആ യോഗ എന്താന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്കൊന്ന് പറഞ്ഞു തരണം. അതുപോലെ കുണ്ടലിനി ശക്തി, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനേലുപരിയായിട്ട് ഇപ്പൊ പറയുകയുണ്ടായി ശ്രീമാതാജി. ഈ ശ്രീമാതാജി എന്ന് പറഞ്ഞാൽ ശ്രീമായുടെ പേരും ഒന്ന് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരാം. എവിടെയാണ് ശ്രീമാതാജി ഉള്ളത് എല്ലാം ഒന്ന് ക്ലിയർ ആയി ഇതിനെ പറ്റി കൂടുതൽ നമുക്ക് നടന്നാലോ? അപ്പോൾ തീർച്ചയായും വരും. യോഗ എന്ന് പറഞ്ഞാൽ അതായത് നമ്മളുടെ ഉള്ളിലുള്ള ആ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ള മുമ്പേ പറഞ്ഞു ദൈവം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ ആ സൃഷ്ടിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ആ ശക്തിയുടെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പ്രതിരൂപമാണ് ഈ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. അത് നമ്മളുടെ എല്ലാ ആ യൂണിവേഴ്സിൻ്റെ മുഴുവൻ മദറായിട്ടുള്ള ആ മദറിൻ്റെ അത് എല്ലാ ചരാചരങ്ങളിലും എല്ലാവരിലും അത് ശരിക്കും കുടികൊള്ളുന്നുണ്ട്. ഇതെല്ലാം കണക്റ്റഡാണ്, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളുടെ ആ ഒരു ബുദ്ധിയുടെയും മനസ്സിൻ്റെയും ലെവലിൽ ഇതിനെയൊക്കെ വേർതിരിച്ച് കാണുന്നിടത്താണ് നമ്മളൊക്കെ സെപ്പറേറ്റ് ആയി പോകുന്നത്. അല്ലെങ്കിൽ എല്ലാം ആ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഒരേ യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മളൊക്കെ കുടികൊള്ളുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാത്തിലും പറയുന്നുണ്ടെങ്കിലും പരസ്പരം നമുക്ക് എന്താ പറ്റുന്നത്, ഇത് നമുക്ക് ആ ഒരു അനുഭവത്തിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ ആ യൂണിവേഴ്സൽ മദറിൻ്റെ പ്രതിരൂപമായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ആ മാതൃശക്തിയായിട്ടുള്ള കുണ്ടലിനിയെ ഉണർത്തുന്നു.
അത് ഉണർന്ന് നമ്മളുടെ ആ സൂക്ഷ്മ ശരീരത്തിലെ മറ്റ് എനർജി സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ലളിതാ സഹസ്രനാമമൊക്കെ പാരായണം ചെയ്തിട്ടില്ലേ? അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ തന്നെ ആക്ച്വലി ശങ്കരാചാര്യർ ആ ശക്തിയെ വർണ്ണിച്ചിട്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ആ സൂക്ഷ്മ ശരീരത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മഗ്രന്ഥി വിവേദിനി, രുദ്രഗ്രന്ഥി വിവേദിനി, മൂലാധാരം, സ്വാധിഷ്ഠാനം, നാഭി, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരപത്മം, കുണ്ടലിനി. അപ്പോൾ ഒരുപക്ഷെ ഇതുവരെ ശ്രദ്ധിച്ചു കാണില്ല. പക്ഷെ ഇനി ലളിത സഹസ്രനാമ പുസ്തകം ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ, ഇത് കംപ്ലീറ്റ് നമ്മുടെ ഉള്ളിലുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ നമ്മളുടെ അമ്മയുടെ ഈ പ്രതിരൂപമാകുന്ന ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്തും. അപ്പോൾ ഇത് ഉണർന്നു കഴിയുമ്പോൾ ഇത് നമ്മളുടെ ആ ഞാൻ പറഞ്ഞ മറ്റ് ചക്രങ്ങളിലൂടെ ഇങ്ങനെ വരികയും നമ്മളുടെ ഹൃദയത്തിൽ ഇടത് സൈഡിലുള്ള ആത്മാവുമായിട്ട് കൂടിച്ചേരും. ഈ ആത്മാവുമായിട്ട് കൂടിച്ചേർന്നതിന് ശേഷം വീണ്ടും അത് തലയുടെ മുകളിൽ ഈ മൂർധാവിൽ വരുന്ന സമയത്ത് അത് വെളിയിൽ വരുമ്പോൾ നമ്മുടെ അകത്തും പുറത്തുമുള്ള ഈ എല്ലാ ലീവിംഗ് വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ശക്തിയും നമ്മളുമായിട്ട് അത് കൂടിച്ചേരും. ഇപ്പോൾ നമ്മൾ അത് സംഭവിക്കുന്നതിന് മുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തനിയെ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ടും ആ എല്ലാ ലീവിംഗ് വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ശക്തി ഡിഫറൻ്റായിട്ടും ഒരു ബാരിയറിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഇത് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ തമ്മിൽ ആ ഒരു ഇൻ്റഗ്രേഷനായി, ആ ഒരു യൂണിയനായി. അതാണ് യോഗ. അത് ആർക്കും സംഭവിക്കാവുന്ന കാര്യമേ ഉള്ളൂ, അല്ലാതെ ഇത് ഇത്ര ഭാരിച്ച കാര്യമുണ്ട്. ഇത് ചക്രങ്ങളെ ബേസാക്കിയിട്ടുള്ള ഒരു ധ്യാന രീതിയാണ് അല്ലേ? ചക്രങ്ങളെ ബേസാക്കിയിട്ടുള്ള ആ ഒരു ലിവിങ് എനർജിയെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ ബുദ്ധിയുടെ തലത്തിൽ നമ്മളെന്താ വിചാരിക്കുന്നത്, നമ്മളെന്തൊക്കെയോ ഭാരിച്ച കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ? രാവിലെ ഞാൻ ജോഗി ചെയ്തു, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അത് ചെയ്യണം, ഇത് ചെയ്യണം, നമ്മുടെ ഫൈനാൻഷ്യൽ പാർട്ട്, നമ്മുടെ വസ്തുവിൻ്റെ കാര്യം, നമ്മുടെ വീടിൻ്റെ കാര്യം, ബാങ്ക് ബാലൻസിൻ്റെ കാര്യം, ബിസിനസ്സിൻ്റെ കാര്യം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ ഇതെല്ലാം ചെയ്യുന്ന ഒരു ഹീറോ, ഇതെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹീറോ മൊത്തത്തിലുണ്ട്. അപ്പോൾ അതിലുപരി നമ്മൾ ആ സോഴ്സുമായിട്ട്, ആ പരമചൈതന്യവുമായിട്ട് നമ്മൾ ആ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ എനർജി എല്ലാം ടേക്ക് ഓവർ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ വേണ്ടതൊക്കെ അദ്ദേഹം സപ്ലൈ ചെയ്യുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മളെ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നും അനുഭവത്തിൻ്റെ തലത്തിലേക്ക് മാറാൻ തുടങ്ങി. അന്നേരം നമുക്കൊരു ടെൻഷനും ഉണ്ടാകില്ല. സുഖമായിട്ട് ഹൃദയം തുറന്ന് ചിരിക്കാനും ഹൃദയം തുറന്ന് സന്തോഷിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ധ്യാന രീതികൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കാട്ടിത്തരാനും പറഞ്ഞു തരാനും ഒരു ഗുരുവിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദേശങ്ങളും അതിനോട് വിവരങ്ങളും എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? ഗുരു ഇപ്പോൾ സഹജയോഗയെ സംബന്ധിച്ച് സഹജയോഗയുടെ ഗുരു എന്ന് പറയുന്നത് ഞാൻ മുൻപേ പറഞ്ഞ ആ യൂണിവേഴ്സൽ മദർ, ആ യൂണിവേഴ്സൽ മദറിൻ്റെ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഭൂമിയിൽ നമുക്കത് പറഞ്ഞു തരാൻ വേണ്ടിയാണ് 19th century ശ്രീ മാതാജി. അപ്പോൾ ശ്രീ മാതാജി ആണ് ശ്രീ മാതാജി നിർമ്മലാദി ആണ് നമ്മളുടെ ഈ സഹജയോഗയുടെ ഇത്. പിന്നെ ഇപ്പം ഇന്നത്തെ കാലത്ത് സഹജയോഗ സ്ഥാപിച്ചതും ശ്രീ സഹജയോഗയുടെ ശ്രീ മാതാജിയാണ്. പിന്നെ അത് ഇപ്പം എങ്ങനെ മറ്റുള്ളവരിലേക്ക് മുമ്പേ നമ്മൾ പറഞ്ഞു, സ്വർണത്തിൽ നിന്ന് എന്തുണ്ടാക്കിയാലും അത് സ്വർണം തന്നെ അല്ലേ? പിന്നെ അതിൽ ഈ ചെമ്പോ മറ്റ് മെറ്റലോ ഒക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ ഇത്തിരി പ്യൂരിറ്റിയിൽ ഇച്ചിരി വ്യത്യാസം വരും. അപ്പോൾ ഈ ശക്തി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ ഇമ്പ്യൂർ ആയിട്ടുള്ളവർക്കുണ്ടെങ്കിൽ അത് പ്യുവർ തങ്കമായിട്ട് മാറും. ആ ഒരു ഫിൽട്രേഷനാണ് യഥാർത്ഥത്തിലുള്ള യോഗയിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ശ്രീ മാതാജിയാണ് സഹജയോഗയുടെ ഗുരു. അൾട്ടിമേറ്റ്ലി ശ്രീ മാതാജി എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്, പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കുണ്ടലിനി ശക്തി അവേഗം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് അത് ആക്ച്വലി ഒരാൾ ശരിക്കും യോഗ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മളുടെ സ്പന്ദന അവബോധം എന്ന് പറയുന്ന ഒരു അവയർനെസ് നമ്മൾ ഡെവലപ്പാകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവൺ യോഗശാസ്ത്രത്തിൽ തന്നെ ശരിക്ക് നമുക്ക് ഈശ്വര പ്രണതാൻ സംഭവിച്ചതിന് ശേഷമാണ് നമ്മൾ മറ്റ് ആസനാസൊക്കെ ചെയ്യാനാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നത് ഇടവും ബലവും എടുത്തിട്ട് എല്ലാം ഒരു എക്സസൈസിന് പകരം എല്ലാവരും യൂസ് ചെയ്യുകയും അതിൻ്റെ പേരിൽ ഒരു ബിസിനസ്സാക്കി മാറ്റുകയും ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ സ്ഥാപിത താല്പര്യം ഡിവിനിറ്റി നഷ്ടപ്പെട്ട് അത് ഡീവിയേറ്റ് ചെയ്യുന്നു. കാരണം അത് ബിസിനസ് വൽക്കരിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളിൽ ഈ യോഗ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മളിലെല്ലാം ആ ഒരു സ്പന്ദന അവബോധം നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സൂക്ഷ്മ ശരീരത്തിൽ ഏത് എനർജി സെൻറ്ററിനാണോ കുഴപ്പം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ അത് നമുക്ക് ഈ വിരലുകളിലൂടെയും കയ്യിലൂടെയും ഒക്കെ ആ വൈബ്രേറ്ററി അവയർനെസ്സിലൂടെ നമുക്കത് മനസ്സിലാവാൻ തുടങ്ങും. അപ്പോൾ അത് നമ്മളുടെ തന്നെ ആ ഒരു ചൈതന്യത്തിൻ്റെ പവർ ഉപയോഗിച്ച് നമുക്ക് തന്നെ ക്ലിയർ ചെയ്യാനും അങ്ങനെ നമുക്ക് ആ അസെൻഡ് ചെയ്യാനും ഒക്കെ ഇതിനകത്ത് സാധ്യമാണ്. അപ്പോൾ വളരെ ലളിതമാണ്. ഇതിപ്പോൾ ഇത്രയൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ശ്രീമാതാജീനെ പറ്റി നിങ്ങൾ തുടങ്ങി, പക്ഷേ പിന്നെയും നമ്മൾ കുറച്ചും കൂടെ അറിയാൻ ആഗ്രഹമുണ്ട്. ശ്രീമാതാജി ആരാണ്, എന്താണ്? ശ്രീമാതാജി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പലപ്പോഴും നമ്മള് ഇപ്പൊ ഞാൻ തന്നെ പലരോടെ ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ആൾക്കാർ സാധാരണ വേറൊരു കാര്യം വന്നുപെടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഈ സ്പിരിച്വൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ഈ ദൈവങ്ങള് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ പലരും പറയുന്ന വേറൊരു കാര്യം ഇത് അതേപോലെ ഒന്നല്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. പക്ഷെ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ യോഗ നമ്മളിൽ സംഭവിക്കുകയും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആ മെഡിറ്റേഷനിലൂടെ ശ്രീമാതാജി ആരാണെന്ന് മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പറഞ്ഞ കാര്യം മനസ്സിലായോ? ശ്രീമാതാജിയെ നേരിട്ട് കാണുന്നില്ലെങ്കിൽ പോലും ആ വാത്സല്യവും സ്നേഹവും ഒക്കെ നിങ്ങളുടെ കുണ്ടലിനി ശക്തിയിലൂടെയും ആത്മാവിലൂടെയും ആ കണക്ഷനിലൂടെയും നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ആ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ശ്രീമാതാജി ഇപ്പോൾ ഉണ്ടോ അതോ? ഇല്ല, ശ്രീമാതാജി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഒരു സഹജയോഗ ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ ശ്രീമാതാജി എല്ലായിടത്തും ഉണ്ട്, അകത്തും പുറത്തും എല്ലായിടത്തും നിറഞ്ഞു നിൽപ്പുണ്ട്. അതെ, നമുക്കത് അനുഭവിക്കാനും പറ്റും. അങ്ങനെ ഒന്നുമില്ല, ഇതിൽ തെറ്റും ശരിയും ഒന്നുമില്ല. കാരണം അതാണ് സഹജയോഗയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു അൺകണ്ടീഷണൽ സ്നേഹമല്ലാതെ ലവ് അല്ലാതെ സഹജയോഗയിൽ ഒന്നിനും തന്നെ പ്രാധാന്യമില്ല. അപ്പോൾ ശ്രീമാതാജി ഫിസിക്കൽ ഫോമിൽ വന്നു, അത് കഴിഞ്ഞ് മഹാസമാധിയായി. പക്ഷേ നമുക്ക് വൺസ് നമ്മളിത് അനുഭവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ശ്രീമാതാജിയെ അനുഭവിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ പല മാർഗങ്ങൾ പോലെ ഇതില് ഞാൻ പറഞ്ഞില്ലേ ഒരു ഫീസോ കാര്യങ്ങളോ ഇതില് സ്ഥാപിതമായ ഒരു നേട്ടങ്ങളോ ഒന്നും തന്നെ ഓടുകൂടിയല്ല ഞാനിത് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലും ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ ഒരു പോക്കും ഒക്കെ വെച്ച് നിങ്ങളിലെ ഈ ഒരു സമാധാനമില്ലായ്മയും ഒക്കെ കണ്ടപ്പോൾ നല്ലൊരു മാർഗം പറഞ്ഞു തരാം എന്നുള്ള ഒരു ഉദ്ദേശമല്ലാതെ അടുത്ത സ്റ്റെപ്പ് രാജേന്ദ്രൻ പറയുന്ന പോലെ എന്താണ് നമുക്ക് അവിടെ സംഗതിയെ പറ്റി നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പം അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അതൊരു വളരെ വലിയ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ പണ്ടൊക്കെ കോളേജിലും ഒക്കെ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഒരുപാട് അതിനുശേഷം പല മാർഗങ്ങളിലൂടെയും പല ജീവിതത്തിൽ പല ഇതിലൂടെയൊക്കെ കടന്നുപോയി. അപ്പോഴൊക്കെ ആ ഒരു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പൈസയൊക്കെ ഏൺ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ആത്മസാക്ഷാത്കാരം മുമ്പ് നമ്മളതൊന്ന് ടച്ച് ചെയ്ത് കാരണം നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവ് നമുക്ക് കഴിയുന്നത് വളരെ വലിയ കാര്യമാണ്. അതിന് നിങ്ങൾക്കിപ്പോൾ ഒരു ആഗ്രഹം ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്കതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ പിന്നെ അത് എനിക്ക് തോന്നുന്നു പിന്നത്തേക്ക് വെക്കേണ്ട കാര്യം ഇതൊക്കെ തന്നെ അത് ചെയ്യുന്നതായിരിക്കും അല്ലേ? ആയിക്കോട്ടെ, നമുക്ക് അവിടെ ഒരു സ്ഥലത്തിരുന്ന് ഇത് എങ്ങനെയും ചെയ്യാവുന്നതേ ഉള്ളൂ നിന്നുകൊണ്ടോ ഒക്കെ. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ ഇവിടെ ഇത്രയും സൗകര്യമുള്ളപ്പോ ഈ കൂടിക്കാഴ്ച ഇതിനു വേണ്ടി ഈ ദുബായിയെ പോലെ ഒരു സ്ഥലത്ത് അത്രയും ഒഴിഞ്ഞൊരു സ്ഥലമുള്ളപ്പോ നമുക്ക് എന്തുകൊണ്ട് അവിടെ ഇരുന്നായിക്കൂടാ? ആത്മാവ് നിത്യം, ആത്മാവ് സത്യം, ആത്മാവബോധമിതാനന്ദം. ആത്മാവ് നിത്യം, ആത്മാവ് സത്യം, ആത്മാവബോധമിതാനന്ദം. നിസരി പഗമരി നേരെ നിസരി പഗമപ്പ മപനി പഗ
ഗമവനേ മവനേ നിസരേ നിസരി പഗമരി നിരേ നിസ നിസനി പനി മമ പമഗ മഗ അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി എനിക്ക് തോന്നുന്നു നമ്മളിതിനെപ്പറ്റി ഈ കൂടുതൽ സംസാരിക്കുന്നതിലും നമുക്കത് അനുഭവിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതുവരെയുള്ള നമ്മൾ ചെറുപ്പം നാളിൽ ഞാൻ പറഞ്ഞ മാതിരി കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിശ്വാസത്തിൻ്റെ തരത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇനിയിപ്പോൾ നമുക്കത് അനുഭവിക്കാൻ ശ്രമിക്കാം. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല ഹൃദയത്തിൽ നിന്ന് നല്ല ഡിസയർ വയ്ക്കുക, നല്ല ഇച്ഛ, ശുദ്ധമായ ആഗ്രഹം. ഞാൻ മുമ്പ് പറഞ്ഞത് കാരണം നമ്മുടെ ഈ ഇടത് സൈഡ് എന്ന് പറയുന്ന നമ്മുടെ ഇച്ഛാശക്തി, വലത് സൈഡ് നമ്മുടെ കർമ്മശക്തിയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഇടത് സൈഡിൽ നിന്നുണ്ടാകുന്ന ആ ഇച്ഛകളൊക്കെ തന്നെ ആ പ്രാബല്യത്തിൽ വരുന്നത് നമ്മുടെ വലത് സൈഡിൻ്റെ ആക്ഷനിലൂടെയാണ്. അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ ആത്മാവ് കുടികൊള്ളുന്നത് നമ്മളുടെ ഇടത് സൈഡിലാണ്, ലെഫ്റ്റ് ഹാർട്ടിലാണ് അല്ലേ. അതൊക്കെ സയൻറ്റിഫിക്കായിട്ട് പ്രൂവനായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇടത് സൈഡിൽ നിന്ന് നല്ല ഇച്ഛ വയ്ക്കുക, എനിക്കെൻ്റെ ആത്മസാക്ഷാത്കാരം, അതായത് ഞാൻ ആരാണെന്നുള്ള ആ ബോധം എനിക്ക് അനുഭവിക്കാൻ കഴിയണമെന്ന്. എന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ മദർലി എനർജി ആയിട്ടുള്ള കുണ്ടലിനി മദറിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക കേട്ടോ. ആ ഡിസയറോടുകൂടി ഇരിക്കുക. എന്നിട്ട് ആദ്യം നമ്മുടെ ഈ വലത്തെ കൈ ഇടത് നെഞ്ചിൽ വെച്ചിട്ട് അത് കഴിഞ്ഞ് ഞാനിപ്പോൾ പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയാണ്. കാരണം നമ്മൾ സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ കണ്ണടച്ചുകൊണ്ട് വേണം ചെയ്യാൻ. വയറിൻ്റെ മോൾ ഭാഗത്ത് ഇടത് ഭാഗത്ത്, അത് കഴിഞ്ഞ് അടിവയറ്റിലേക്ക് കൈകൊണ്ട് വരിക, അത് കഴിഞ്ഞ് വീണ്ടും വയറിന് മോൾ ഭാഗത്ത് ഇടത് ഭാഗത്ത്, വീണ്ടും ഇടത് ഹൃദയത്തിൽ, കഴുത്തിലിങ്ങനെ ചുറ്റിപ്പിടിച്ച് തല വലത് സൈഡിലേക്ക്, പിന്നെ നെറ്റിയിൽ കൈവച്ചിട്ട് തല ഭൂമിയിലേക്ക്, അത് കഴിഞ്ഞ് തലയുടെ പുറകിൽ ആകാശത്തിലേക്ക്, അത് കഴിഞ്ഞ് ഉച്ചയിൽ കൈവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ വിരലുകൾ അല്പം വെളിയിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മുടെ ഈ മധ്യഭാഗം, കൈയുടെ ഈ മധ്യഭാഗം യഥാർത്ഥത്തിൽ നോക്കിയിട്ടില്ലേ, നമ്മുടെ ഈ ഞരമ്പുകളൊക്കെ നമ്മുടെ ഈ കൈയുടെ അറ്റം മുതൽ ഇങ്ങനെ ഈ ഉച്ചി വരെയും കണക്റ്റഡ് ആണ്. നമ്മുടെ ഈ കാലും കൈയും അതെ എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഇത് നമ്മുടെ ഈ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മധ്യഭാഗം തന്നെയാണ് നമ്മുടെ ഈ കൈയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ പോകെ ഈ ധ്യാനം ചെയ്യുന്തോറും നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവാൻ തുടങ്ങും. അല്ലാതെ അതിനൊന്നും ബുദ്ധിയിൽ നമ്മൾ കൂടുതലിട്ട് കുഴക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ നല്ലവണ്ണം പ്രസ് ചെയ്ത് വയ്ക്കുക. ഒരു 7 തവണ ആ മസാജ് ചെയ്ത് ഒരു ക്ലോക്ക് വൈസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് എനിക്കെൻ്റെ ആത്മസാക്ഷാത്കാരം തരണേന്ന് നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയോട് നമ്മൾ അപേക്ഷിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മാവ് നമുക്ക് അനുഭവത്തിൽ വരാൻ ഇടയാണ്. നമുക്കിത് ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ല ഇച്ഛയോടുകൂടി കണ്ണുകൾ അടയ്ക്കുക. ഇതൊന്ന് നിങ്ങളിൽ സംഭവിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ കാണുമ്പോൾ ഉണ്ടായിരുന്ന നമ്മളുടെ ആ ഒരു അവസ്ഥ, അത് കഴിയുമ്പോൾ ഉള്ള ഒരു അവസ്ഥയും നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കാം. കണ്ണുകൾ അടച്ചോളൂ. 2 കൈയും മലത്തി വയ്ക്കുക. ജസ്റ്റ് കണ്ണുകളെ അടയ്ക്കുക. ക്ലോസ് യുവർ ഐസ്. എന്നിട്ട് ആ വലത്തെ കൈയെടുത്ത് ഇടത് നെഞ്ചിൽ വയ്ക്കുക. അവിടെ ചോദിക്കുക നമ്മുടെ ഉള്ളിലുള്ള ആ കുണ്ടലിനി മദറിനോട്. അത് വേണമെങ്കിൽ നമുക്ക് ശ്രീമാതാജി എന്ന് നമുക്ക് വിളിക്കാം. ഞാൻ പറഞ്ഞു സഹയോഗയുടെ ഗുരു ശ്രീമാതാജിയാണ്. ശ്രീമാതാജി, ഞാൻ ശുദ്ധമായ ആത്മാവാണ്. ശ്രീമാതാജി, ഞാൻ ശുദ്ധമായ ആത്മാവാണ്. ഹൃദയത്തിൽ പറഞ്ഞാൽ ഹൃദയത്തിൽ ജസ്റ്റ് ചോദിക്കുക. മൂന്ന് തവണ ചോദിച്ചതിന് ശേഷം കൈ പതുക്കെ വയറിന് മോൾ ഭാഗത്ത് ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവരിക. അവിടെ ചോദിക്കുക, ശ്രീമാതാജി, ഞാൻ എൻ്റെ ഗുരുവാണോ? ശ്രീമാതാജി, ഞാൻ എൻ്റെ ഗുരുവാണോ? കൈ പതുക്കെ അടിവയറ്റിൽ ഇടത് സൈഡിൽ പ്രസ് ചെയ്ത് പിടിക്കുക.
അതായത് നമ്മുടെ രണ്ടാമത്തെ ഊർജ്ജ കേന്ദ്രമായിട്ടുള്ള സ്വാധിഷ്ഠാന ചക്രയുടെ ഇടത് സൈഡിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അവിടെ ചോദിക്കുക, ശ്രീ മാതാജി എനിക്ക് ശുദ്ധജ്ഞാനം തന്നാലും. കാരണം നമ്മൾ പല രീതിയിൽ പുസ്തകങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും വീട്ടിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിൽ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരി നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി ഉയർന്ന് ആ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ശക്തിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത്, അതായത് യോഗ ഭാവിച്ചുള്ള ആ സോഴ്സിൽ നിന്നുമുള്ള ആ ശുദ്ധജ്ഞാനം നമുക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക. 6 തവണ അവിടെ അപേക്ഷിക്കുക, ദയവായി എനിക്ക് ശുദ്ധജ്ഞാനം തന്നാലും, ദയവായി അവിടുന്ന് എനിക്ക് ശുദ്ധജ്ഞാനം തന്നാലും. കൈ വീണ്ടും വയറിന് മോൾ ഭാഗത്ത് ഇടത് ഭാഗത്ത് വയ്ക്കുക. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ സ്വാധിഷ്ഠാന ചക്രയിൽ ശുദ്ധജ്ഞാനത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ആ കുണ്ടലിനി ശക്തി മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെ നമ്മളുടെ ആത്മാവ് മനസ്സിൻ്റെയും ബുദ്ധിക്ക് പകരം നമ്മളുടെ ആത്മാവ് നമ്മളുടെ പ്രവൃത്തികളിൽ ഇടപെടാൻ തുടങ്ങുകയും ആത്മാവ് നമ്മളുടെ ഗുരുവായി മാറുകയും ചെയ്യും. അങ്ങനെ നമ്മൾ നമ്മളുടെ സ്വയം ഗുരുവാകും. അതുകൊണ്ട് 10 തവണ ഇവിടെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി പറയാം, ശ്രീ മാതാജി അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ എൻ്റെ ഗുരുവാകും. ഈ ഞാൻ എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ ഗുരുവാകും. 10 തവണ ഹൃദയത്തിൽ നിന്ന് പറയാം, അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ എൻ്റെ ഗുരുവാകും. കൈ പതുക്കെ ഇടത് നെഞ്ചിൽ വയ്ക്കുക, ലെഫ്റ്റ് ഹാർട്ടിൽ. അവിടെ യഥാർത്ഥത്തിൽ നമ്മളുടെ രൂപം എന്ന് പറയുന്നത് നമ്മൾ ഈ ബാഹ്യമായി കാണുന്ന ഒന്നും തന്നെയല്ല, ശുദ്ധമായ ആത്മാവാണ്. ആത്മാവ് നിത്യമാണ്, ശുദ്ധമാണ്, സത്യമാണ്. ആ ഒരു എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതാണ് ആ ഒരു അൺകണ്ടീഷണലായിട്ടുള്ള ആ സ്നേഹമാണ്. അവിടെ ആ ഒരു സ്നേഹം നമുക്ക് പൂർണ്ണമായും അനുഭവിക്കാൻ കഴിയണേ. അതുകൊണ്ട് തന്നെ അവിടെ പറയുക, ശ്രീ മാതാജി അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ ശുദ്ധമായ ആത്മാവാണ്, ഞാൻ ശുദ്ധമായ ആത്മാവ്, ഞാൻ ശുദ്ധമായ ആത്മാവാണ്. 12 തവണ ഹൃദയത്തിൽ പറയും. കൈ പതുക്കെ മുകളിലേക്ക് കൊണ്ടുപോവുക. നമ്മുടെ കഴുത്തിൻ്റെ ഇടത് സൈഡിലൂടെ ചുറ്റിപ്പിടിക്കുക. തലയൽപ്പം വലത് സൈഡിലേക്ക് ചരിച്ചു. ഈ കുണ്ടലിനി ശക്തി അവേക്കൻ ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ പുനർജന്മം. ഈ നിമിഷം വരെ കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും ഒക്കെയുള്ള എല്ലാ ദോഷങ്ങളും തീർന്ന് നമുക്ക് പുതിയൊരു ജന്മം ഇവിടെ കിട്ടുകയാണ്. നമ്മൾ ആത്മാവാണെന്നുള്ള തിരിച്ചറിവ് ആ ആത്മാവിനെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ 16 തവണ ഹൃദയത്തിൽ നിന്ന് പറയുക, ഞാൻ പൂർണ്ണമായും നിർദോഷിയാണ്. കാരണം ഒരു കുറ്റബോധവും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ഞാൻ പൂർണ്ണമായും നിർദോഷിയാണ്, ഞാൻ പൂർണ്ണമായും നിർദോഷിയാണ്. എപ്പോഴും ഓർമ്മ വയ്ക്കുക, ഞാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ആത്മാവാണ്. ഞാൻ പൂർണ്ണമായും നിർദോഷിയാണ്, ഞാൻ പൂർണ്ണമായും നിർദോഷിയാണ്. കാരണം ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലാത്ത, യാതൊരു കുറ്റബോധവും ഇല്ലാത്ത ശുദ്ധമായ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായും നിർദോഷിക്കും.
പതുക്കെ നെറ്റിയിൽ വയ്ക്കുക. തലയൽപ്പം ഭൂമിയിലേക്ക് കുനിച്ച് വയ്ക്കുക. അവിടെ പറയുക, ശ്രീ മാതാജി, ഞാൻ എന്നോടും മറ്റ് സർവരോടും ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമാശീലം വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ കുണ്ടലിനി ശക്തി സഹസ്രാരയിൽ ചെയ്യാൻ. ഞാൻ എന്നോടും മറ്റ് സർവരോടും ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ എന്നോടും മറ്റ് സർവരോടും ക്ഷമിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായും നമുക്ക് ഗുണവും ദോഷവും സുഖവും ദുഃഖവും ഒക്കെ പല അനുഭവങ്ങളിലൂടെയും നമ്മൾ കടന്നു പോയിട്ടുണ്ടാവാം. എല്ലാവരോടും എല്ലാത്തിനോടും ക്ഷമിക്കുക. കൈ പതുക്കെ തലയുടെ പുറകിൽ വയ്ക്കുക. തല അല്പം ആകാശതത്വത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. അവിടെ പറയുക, ദൈവമേ, അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മമോ കഴിഞ്ഞ ജന്മമോ ഒക്കെ ആയി എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ കൊടുക്കണേന്ന് പറയും. അത് കഴിഞ്ഞ് കണ്ണ് തുറക്കാതെ തന്നെ വിരലുകൾ വെളിയിലേക്ക് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് തല അല്പം ഭൂമിയിലേക്ക് കുനിച്ച് നമ്മളുടെ ഉച്ചിയിൽ മൂർധാവിൽ ആ കൈ അമർത്തി വയ്ക്കുക. എന്നിട്ട് ഒരു 7 തവണ നല്ലവണ്ണം അമർത്തി പ്രസ് ചെയ്ത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ പറയുക, ദയവായി എനിക്കെൻ്റെ ആത്മസാക്ഷാത്കാരം തന്നു. ശ്രീ മാതാജി, ദയവായി എനിക്കെൻ്റെ ആത്മസാക്ഷാത്കാരം തന്നു. ദയവായി അവിടുന്ന് എനിക്കെൻ്റെ ആത്മസാക്ഷാത്കാരം തന്നു. 7 തവണ ഹൃദയത്തിൽ നിന്ന് റിക്വസ്റ്റ്. അത് കഴിഞ്ഞ് 2 ഇഞ്ച് ഉയർത്തി അവിടെ ഉച്ചിയിലൊന്ന് നോക്കുക. തലയിൽ നിന്ന് ഒരു നേരിയ തണുപ്പ് നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും. ഇതാണ് യഥാർത്ഥത്തിലുള്ള യോഗ. നിങ്ങൾ ആ പരമസത്യവുമായിട്ട് കൂടിച്ചേരുമ്പോൾ മാത്രമാണ് ഉച്ചിയിൽ കൂടെ വന്ന ആ ഉള്ളിലേക്ക്, ആ നമ്മുടെ ശരീരത്തിലേക്ക് വന്ന എനർജി അവിടെ നമ്മുടെ മൂലാധാരത്തിൽ മുകളിൽ നിന്നും ഉയർന്ന് ഉച്ചിയിൽ വന്ന് ആ പരമസത്യവുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് നമ്മളുടെ ആ യോഗ സാധ്യമാകുന്നത്. അന്നേരം മാത്രമാണ് ഉച്ചിയിലൂടെ നമുക്ക് ആ തണുപ്പ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ പതുക്കെ ആ വലത്തെ കൈ കാത്തു വെച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഇടത്തെ കൈ കൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് അത് വീണ്ടും ഒന്ന് കൺഫേം ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് 2 കൈയും മലർത്തി വയ്ക്കുക. എന്നിട്ട് ഹൃദയത്തിലും തലയുടെ മുകളിലും 2 കൈയിലും ശ്രദ്ധ വയ്ക്കുക. എന്നിട്ട് റിക്വസ്റ്റ് ചെയ്യുക കുണ്ടലിനി മദറിനോട്, ആത്മാവിനോട്, എനിക്ക് ആ ആത്മാവിൻ്റെ സ്നേഹം പൂർണ്ണമായും അനുഭവിക്കാൻ കഴിയണം. ഞാനെല്ലാം എൻ്റെ ആത്മാവിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ കേവലം ശുദ്ധമായ ആത്മാവാണ്. ഞാൻ കേവലം ശുദ്ധമായ ആത്മാവാണ്. എന്നിട്ട് അല്പനേരം ആ ധ്യാനത്തിലിരിക്കുകയാണ്. 2 കൈയിലും തലയിലും ശ്രദ്ധ വയ്ക്കുക. പതുക്കെ നിങ്ങൾക്ക് ആ ചൈതന്യം നിങ്ങളുടെ കൈയുടെ ഉള്ളം കൈയിലും കൈവിരലുകളിലും ഒക്കെ ഒരു നേരിയ തണുപ്പായിട്ട് അനുഭവിക്കാൻ കഴിയും. സുകൃതം ജന്മസുകൃതം യുഗയുഗാന്തര സുകൃതം സുകൃതം ജന്മസുകൃതം യുഗയുഗാന്തര സുകൃതം. കണ്ണുകൾ അടച്ചു തന്നെ വയ്ക്കുക. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിൽ ആ ശക്തി ഉണർത്താൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ഡെയിലി ധ്യാനം ചെയ്യാൻ എവിടെയെങ്കിലും ഇതേപോലെ സ്വസ്ഥമായിട്ടിരിക്കുക. അതിങ്ങനെ നിലത്ത് തന്നെ വേണമെന്നൊന്നുമില്ല, എവിടെ വേണമെങ്കിലും ഇരിക്കാം. എന്നിട്ട് 2 കൈയും ഭൂമിയിലേക്ക് വയ്ക്കുക. കാരണം കുണ്ടലിനി എനർജി അവേക്കൻ ചെയ്ത ഒരാളിൽ പഞ്ചഭൂതങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും. പഞ്ചഭൂതങ്ങൾ അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് 2 കൈയും ഭൂമിയിലേക്ക് വെച്ചിട്ട് ഭൂമിയോട് അപേക്ഷിക്കുക. കാരണം കുണ്ടലിനി ശക്തി തന്നെയാണ് ഭൂമിയായിട്ട് കുടികൊള്ളുന്നത്. എൻ്റെ ഈ സൂക്ഷ്മ ശരീരത്തിലെയും സ്ഥൂല ശരീരത്തിലെയും സർവ്വ ദോഷവും ഭൂമിയിലേക്ക് നീക്കി തരണേന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ
കേൾക്കുമ്പോൾ നിങ്ങൾ വളരെ റിലാക്സ് ആവുന്ന മപനിവഗ ഗമവനേ മപനേ നിസരേ നമ്മുടെ ഇടത്തെ സൈഡ്, പ്രത്യേകിച്ചും നമ്മുടെ കഴിഞ്ഞ കാലത്ത് നിന്നുള്ള ചിന്തകളൊക്കെ വരുന്നത് നമ്മുടെ ഇടത് സൈഡിൽ നിന്നാണ്. ഇടത് സൈഡ് ശുദ്ധീകരിക്കാൻ വേണ്ടി വലത്തെ കൈ ഭൂമിയിൽ വയ്ക്കുക, ഇടത്തെ കൈ മലർത്തി വയ്ക്കുക. എന്നിട്ട് കുണ്ടലിനി ശക്തിയോട് അപേക്ഷിക്കുക, എൻ്റെ ഇടനാടിയിലും ഇടത് സൈഡിലുമുള്ള എല്ലാ ദോഷവും മധുരം പതുക്കെ നമ്മുടെ ഇടത്തെ കൈയുടെ ഉള്ളം കൈയിൽ ഒരു നേരിയ തണുപ്പ് വരുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അത് കഴിഞ്ഞ് വലത് സൈഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടി വലത്തെ കൈ മലർത്തി വയ്ക്കുക, ഇടത്തെ കൈ ആകാശത്തിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ വലത് സൈഡിലുള്ള പ്രത്യേകിച്ചും നമ്മളുടെ നാളെയെ പറ്റിയുള്ള ആശങ്കകളും പ്രതീക്ഷകളും ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള എല്ലാ ദോഷങ്ങളും നമ്മുടെ ആകാശത്തിലേക്ക് അതെല്ലാം അബ്സോർവ് ചെയ്ത് പൂർണ്ണമായും ആ ഒരു സന്തുലിതാവസ്ഥ വലത് സൈഡിൽ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്ലോലി നമ്മൾ ആ വലത് സൈഡിലെ ഭാരമൊക്കെ നീങ്ങി നല്ല ശുദ്ധമാവുന്നതും വലത് സൈഡ് ഉള്ളം കയ്യിൽ നമുക്ക് ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടി. സുലഭം അതിസുലഭം ആത്മാവബോധമിതതിസുലഭം സുലഭം അതിസുലഭം ആത്മാവബോധമിതതിസുലഭം. രണ്ട് കൈയും മലർത്തി വയ്ക്കുക. ശ്രദ്ധ നമ്മുടെ മൂർധാവിലും തലയുടെ മുകളിൽ മൂർധാവിലും രണ്ട് കൈയിലും ശ്രദ്ധ വയ്ക്കുക. ഹൃദയത്തിൽ റിക്വസ്റ്റ് ചെയ്യുക, എനിക്ക് പൂർണ്ണമായും ആ സ്നേഹം, ആത്മാവിൻ്റെ സ്നേഹം, ആ ചൈതന്യം ആ യോഗയിലൂടെ അനുഭവിക്കാൻ കഴിയണമെന്ന്. അല്പനേരം ചിന്തകളൊന്നുമില്ലാത്ത അവസ്ഥയിൽ, ആ ധ്യാനാവസ്ഥയിൽ അല്പനേരം ഇരിക്കുക. ആത്മാവ് നിത്യം ആത്മാവ് സത്യം ആത്മാവബോധമിതാനന്ദം. ആത്മാവ് നിത്യം ആത്മാവ് സത്യം ആത്മാവബോധമിതാനന്ദം. ഇങ്ങനെ ആ ഒരു ഹൃദയത്തിൻ്റെ ശാന്തി അനുഭവിച്ചുകൊണ്ട് നമുക്ക് പ്രമേയം നയിക്കാൻ കഴിയുന്നു. അത്രമാത്രം നല്ലതാണ്. നമുക്ക് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു സമാധാനം പതുക്കെ കണ്ണുകൾ പൊക്കണം. പിന്നെ നമുക്കിത് കൂടുതൽ അനുഭവിക്കാൻ വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു, നമുക്ക് പൊതുവെ ഒരു പറഞ്ഞ പ്രകാരം ചെയ്തത് കൊണ്ട് ശരീരത്തിന് ഒരു വളരെ അധികം ലാഘവത്വം, അതായത് തീർത്തും വെയിറ്റില്ലാത്തൊരവസ്ഥ. നമ്മൾ കൈ ഭൂമിയിലേക്ക് വെക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴും അതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. വളരെ ഒരു നല്ലൊരു സുഖലൊരു അനുഭവം, റിലാക്സ്ഡ് ആയി. ശരിക്കും തണുപ്പ് ഒരു കൈകളിൽ വെയിലത്തിരിക്കുമ്പോൾ ഇപ്പോൾ കൈകളിൽ അതൊക്കെ കഴിഞ്ഞു. ആ സമയം വരെ വളരെ കണ്ടിപ്പ് കാറ്റി. അതെന്തുകൊണ്ടങ്ങനെ? ഒന്ന് ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പ്രകൃതിയുടെ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഫസി നമ്മളിപ്പോൾ ഒരു ചെടി നട്ടു, അത് എങ്ങനെ അത് വളരുന്ന ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇപ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ഇപ്പോൾ പറയും ഹൃദയം പ്രവർത്തിക്കുന്നു, അത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റമാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഓട്ടോ ആരാണ് അല്ലേ? ആ ഒരു എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ആ ഒരു എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ക്രിയേറ്ററിൻ്റെ പവറായിട്ട് ആ ഈ 5 എലിമെൻ്റ് യൂസ് ചെയ്യുന്നത്.
അവരുടെ ആ ഒരു സാന്നിധ്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമ്മളിങ്ങനെ മൂവ് ചെയ്തപ്പോഴും ഒക്കെ എപ്പോഴൊക്കെ നമ്മൾ ആ സെൽഫ് റിയലൈസേഷൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി അതിനെപ്പറ്റി ഒക്കെ സംസാരിച്ചപ്പോൾ ആ ഒരു പെട്ടെന്ന് ആ ഒരു കാറ്റിൻ്റെ ഒക്കെ സാന്നിധ്യം നിങ്ങൾ ഫീൽ ചെയ്തിട്ടുള്ളതാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് അവൻ്റെ അടുത്ത പടിയിലേക്കുള്ള ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം പടിപടിയായിട്ട് നമ്മൾ എല്ലാം ഒന്ന് കൂട്ടി വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പടിപടിയായിട്ട് ഭൂമിയിൽ ഓരോ കാലഘട്ടത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് ഓരോന്നും വന്നത്. പക്ഷേ മനുഷ്യൻ ആ ഒരു പർട്ടിക്കുലർ സർക്കിളിനകത്ത് നിന്നുകൊണ്ട് അതിനപ്പുറത്തേക്ക് അത് ബൗണ്ടറി താണ്ടി ഒന്നും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്പൺ ഹൃദയത്തോടു കൂടി സഹജയോഗയെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇതിന് വേറെ യാതൊരു എക്സ്പെൻഡിച്ചറും ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലല്ലോ ഉണ്ടോ? ഇല്ല, നമ്മളിനി ഇതുപോലെ മുന്നോട്ടങ്ങോട്ട് ചെയ്ത് പ്രാക്ടീസ് ആവണം അല്ലേ? അതെ, ധൈര്യമായിട്ട് നിങ്ങൾ അങ്ങ് മുന്നോട്ട് അൺലിമിറ്റഡ് ഫ്രീ കണക്ഷൻ നിങ്ങൾ എൻജോയ് ചെയ്യുക. എല്ലാ ടെൻഷനും വിട്ട് കളയുക. ടെൻഷൻ നിങ്ങൾ ഒരു കാര്യം അതെ, ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട്. ഈ പ്രോബ്ലം അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യം പണ്ടൊന്നും മനുഷ്യർക്കില്ലായിരുന്നു, ഇല്ലേ? നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഇല്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് ഹ്യൂമൻ ബീയിങ്ങിലേക്ക് വന്നുപെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് ഈ സ്ട്രെസ്, ഇല്ലേ? പണ്ടില്ല. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ മാത്തമാറ്റിക്സിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇല്ലേ? പക്ഷേ അപ്പം അത് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞ ഒരു സംഗതിയും ഇപ്പോഴൊക്കെയാണ് അതിനെപ്പറ്റി. അപ്പൊ ഈ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ അവിടെ കിടന്നോട്ടെ, നമ്മൾ പോസിറ്റീവായിട്ട് അങ്ങോട്ട് പോകുക, സഹജമായിട്ട് പോവുക. അതെല്ലാം പമ്പ കടന്നു. പക്ഷേ ഇതിന്റെ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് വല്ലപ്പോഴൊക്കെ ഇവിടെ കൂടാവുന്നേ. ഇപ്പൊ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് ചെയ്തു ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഈ ഭൂമി തത്വത്തിലേക്കും ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടിരുന്ന് എവിടെയെങ്കിലും കാമാങ്കോറ്റായിട്ട് ഇരുന്ന് എവിടെ വേണമെങ്കിലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധ കിട്ടുമ്പോഴൊക്കെ ചില കാര്യങ്ങള് നിങ്ങളുടെ ആ പിന്നെ സഹജ റിയലൈസേഷൻ തന്ന ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് സംഗതികൾ ഇതിന്റെ പിറകിൽ കിടക്കുന്നുണ്ട് എന്നാ തോന്നുന്നത്. അതെ, അല്ല, ഇതൊരു വലിയ വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അതങ്ങ് സംഭവിച്ചോളൂ. ഇതിന്റെ ഒരു പ്രത്യേകത ഒരു സംഗതി മാത്രം നിങ്ങൾ പറഞ്ഞു. പ്രത്യേകത നമുക്കൊരു ആ ഒരു പൂർണ്ണമായ ഇച്ഛയുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ആ മദർലി ശക്തി നമ്മളെ അതിലേക്ക് നയിച്ചു. അതിനെപ്പറ്റി ഒന്നും നമ്മൾ കൂടുതൽ ഇപ്പോ ബോധേടിയേണ്ട കാര്യം. നമുക്കിത് 5 പൈസ ചെലവില്ലാത്തൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും നമുക്കിത് ചെയ്യാം. കാരണം ഈ കിട്ടിയ ഒരു ആനന്ദം പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഡിസയർ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇത് ശരിക്കും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യം. നമ്മൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോഴും ആ സ്ട്രെസ്സിന്റെ ലെവലിൽ നിന്നാണ് നമ്മൾ വന്ന അവിടുന്ന് നമ്മൾ മാറി. നമ്മളിപ്പോ വേറൊരു സബ്ജക്റ്റ് വേറൊരു ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മൾ ആ വന്ന സബ്ജക്റ്റ് അല്ല ഇപ്പൊ നമ്മളിപ്പോ. എന്തായാലും വളരെ സന്തോഷം കാണാൻ പറ്റിയത്. മുന്നോട്ട് പോട്ടെ വണ്ടി, അൺലിമിറ്റഡ് കണക്ഷനുമായിട്ട് സഹജയോഗ കൈവന്നൊരു ഭാഗ്യമായിട്ട് നമ്മളിങ്ങനെ കണ്ടോളാം. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നമസ്കാരം.